ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് ഒരു വ്ളോഗായിട്ടാണ്. ഇന്ന് ജോയ് ബേബിക്ക് വാക്സിനേഷൻ ഉണ്ടായിരുന്നു. ആൽഫ്രഡോ പാസ്തയുടെ റെസിപ്പി ഉണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കാം കേട്ടോ. അന്നത്തെ ദിവസം രാവിലെ ഭയങ്കര മഴയായിരുന്നു. സയാന് രാവിലെ ക്ലാസ്സിലേക്ക് വിടാണ് കേട്ടോ. അപ്പോൾ സയാൻ്റെ വാൻ വരുന്നുണ്ട്. Bye Aditi. Bye Zayan. സയാനോട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, വാക്സിൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സയാൻ എത്തുന്നതിന് മുൻപ് വീട്ടിലേക്ക് എത്തണമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി, ചിക്കൻ കറി, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്ത് വയ്ക്കാനുള്ളത്. അങ്ങനെ സയാന് പാസ്തയാണ് കേട്ടോ ഇന്ന് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. രാവിലെ പിന്നെ കുക്ക് ചെയ്യുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കുറച്ച് പറ്റുന്ന പോലെയൊക്കെ എടുത്തിട്ടുണ്ട്. കുറച്ച് ബിസി ആയതുകൊണ്ട് നമ്മൾ വേഗം തീർക്കുന്നതിനിടയിൽ വീഡിയോ കൂടി എടുത്ത് നിൽക്കാനുള്ള ടൈം കിട്ടിയില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ജോയ് ബേബിനെയൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. 11 മണിക്കായിരുന്നു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിലാണ് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. പിന്നെ കിൻഡറിൽ തന്നെയാണ് വാക്സിൻ എടുക്കുന്നത്. അപ്പോൾ രാവിലെ അങ്ങനെ ഭയങ്കര ട്രാഫിക്കൊന്നും ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് തന്നെ എത്താൻ പറ്റി. അപ്പോൾ ഇന്നത്തെ ഇഞ്ചക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൂസ്റ്ററാണ് കേട്ടോ. ഫസ്റ്റ് എടുത്ത ഇഞ്ചക്ഷൻ്റെ എല്ലാം സെക്കൻഡ് ഡോസാണ് ഇന്നുള്ളത്. അപ്പോൾ 2 ഇഞ്ചക്ഷൻ ഉണ്ടാവും, കാലിലാണ് എടുക്കുന്നത്. അങ്ങനെ പിന്നെ ജോയ് ബേബിയുടെ ഡോക്ടർ ഫൈസൽ ഡോക്ടർ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പോയി. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ തന്നെ ശിവജി എന്ന് പറഞ്ഞ ഡോക്ടറാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡോക്ടർ വെനസ്ഡേ വരെ ലീവായിരുന്നു. അപ്പോൾ ഇന്ന് ഡോക്ടർ ഉണ്ട്. അപ്പോൾ അപ്പോയിൻമെൻ്റ് എടുത്തപ്പോഴത്തേക്കും ഡോക്ടർ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടാണ് ഇന്ന് വന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഭയങ്കര തിരക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഡോക്ടറിനെ ഫസ്റ്റ് കൺസൾട്ട് ചെയ്തിട്ടാണല്ലോ പിന്നെ വാക്സിൻ എടുക്കുന്നത്. ഡോക്ടറെ കണ്ടു, വാക്സിനേഷന് വേണ്ടിയിട്ട് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാക്സിനേഷൻ റൂമിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ജോയ് ബേബി നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ നഴ്സ് പറഞ്ഞു ഉറക്കത്തിൽ നിന്നൊക്കെ നല്ലപോലെ എഴുന്നേൽപ്പിച്ചിട്ടേ എടുക്കുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് ഞെട്ടി എണീക്കുമല്ലോ. അങ്ങനെ ബേബിക്ക് വാക്സിനേഷനൊക്കെ എടുത്തു. ഒരു അരമണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും പിന്നെ അവിടെ നിന്ന് പാരസെറ്റമോളൊക്കെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. നമ്മളവിടെ എത്തലും സയാൻ്റെ വാൻ ജസ്റ്റ് ഒന്ന് വന്ന് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ സയാനെ വിളിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സയാനെ ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്തിട്ട് അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. എന്താ പഠിപ്പിച്ചേ? അത് ക്യാപിറ്റൽ അല്ലേ? ആരുടെ കൂടെ ഇരുന്നത്? നൈവേദ്യയുടെ കൂടെ ഇരുന്നോ? പാസ്ത മുഴുവൻ കഴിച്ചോ? മിസ് എന്ത് പറഞ്ഞു? ആണോ? അവിടെ നിന്ന് ഒരു ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് അപ്പോഴാണ് ഒന്ന് ഹാപ്പി ആയത് കേട്ടോ. പിന്നെ വീട്ടിലെത്തി ഫ്രഷായി. പിന്നെ ലഞ്ച് കഴിക്കാൻ പോവാണ്. ലഞ്ച് രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മട്ടൻ കറിയും പിന്നെ പിണ്ടിയും പരിപ്പും തോരനായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇരുന്ന് ലഞ്ചൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ സ്കൂളിൽ നടന്ന വിശേഷങ്ങളൊക്കെ വന്ന് പറയും കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഉച്ചയ്ക്ക് ഉറങ്ങി എഴുന്നേറ്റു. പിന്നെ ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം സയാൻ എന്തെങ്കിലും ഫ്രൂട്ട് കട്ട് ചെയ്തത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് റംബൂട്ടാനാണ് കൊടുക്കുന്നത്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇഷ്ടമാണോ? ഫേവറേറ്റ് ഫ്രൂട്ടാണോ?
അപ്പോൾ ഇന്ന് ഡിന്നറിന് പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിൽ ചിക്കൻ വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. കുറച്ച് വെള്ളത്തിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ പീസും ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു പാത്രത്തിൽ പാസ്ത വേവിക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. തിളച്ചപ്പോഴത്തേക്കും കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് ഓയിലും ഇട്ട് കൊടുത്തിട്ട് 2 കപ്പ് പാസ്തയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ പാസ്ത ഇട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ പാസ്തയും കുക്കിംഗ് ടൈം വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഞാൻ എടുത്തത് പെന്നെ പാസ്തയാണ്. 10 മിനിറ്റ്സ് ആണ് കേട്ടോ കുക്കിംഗ് ടൈം വരുന്നത്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഓയിൽ ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. അങ്ങനെ ബട്ടറൊക്കെ മെൽറ്റായി വന്നതിന് ശേഷം കുറച്ച് ഗാർലിക്കിലെ വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്ലെയിം നല്ലപോലെ ലോ ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് കരിഞ്ഞു പോകും കേട്ടോ. ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് പാസ്തയ്ക്ക് 1 കപ്പ് ഫ്രഷ് ക്രീം എന്നുള്ള കണക്കിലാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ ഫ്രഷ് ക്രീം ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത ഉണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ വേവിച്ച വെള്ളം ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ സ്ലൈസ്ഡ് ആയിട്ടുള്ള ചീസ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കുന്നുണ്ട്. മൊസറല്ല ചീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. പക്ഷേ ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ടുള്ള ചീസാണ് കേട്ടോ. അതും കൂടെ ഞാനൊരു 2 സ്ലൈസ് ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. പാർമസൻ ചീസാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എനിക്കത് കിട്ടാത്തതുകൊണ്ട് ഞാൻ സാധാരണ നമ്മൾ ബർഗറിലൊക്കെ വെക്കുന്ന ചീസ് സ്ലൈസാണ് ഇട്ട് കൊടുക്കുന്നത്, മിൽക്കി മിസ്റ്റിൻ്റെ. ഇനി ഇതിലേക്ക് കുറച്ച് മിക്സ്ഡ് ഹെർബ്സോ അല്ലെങ്കിൽ ഓർഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത് മിക്സ്ഡ് ഹെർബ്സാണ്. അപ്പോൾ ഞാൻ അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചീസൊക്കെ മെൽറ്റായിട്ട് വരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പാസ്ത റെസിപ്പിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും പിന്നെയും ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ സയൻ നോർമലി ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയുള്ള ഒരു കുട്ടിയാണ്. പക്ഷേ സയന് ആൽഫ്രഡോ പാസ്ത ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാം. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എനിക്ക് ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ഒരു മടി കൊണ്ടാണ് പാസ്ത ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചത് കേട്ടോ. നിങ്ങളും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതിയിരിക്കുക കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതുകൊണ്ടാണ് പിന്നെയും ഉണ്ടാക്കി നോക്കണം എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ഇതാ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് സോസ് പാസ്ത ഉണ്ടല്ലോ അതിനേക്കാളും ടേസ്റ്റിയാണ് കേട്ടോ ഫ്രഷ് ക്രീം വെച്ച് ഉണ്ടാക്കുമ്പോഴത്തേക്കും. അടിപൊളി. നോ 7 അല്ല, ഇവിടുന്ന് 7 വെക്കാൻ പറ്റുള്ളൂ. 1 2 3 4 5 6 7 ഞാൻ 7 തന്നെയാണ്. പപ്പടം മാറും. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.